ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ കായപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഐറ്റമാണ് ചക്ക. അപ്പോൾ അത് വെച്ചുണ്ടാക്കുന്ന നല്ലൊരു പലഹാരമാണ്. 4 മണിക്ക് ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചക്കയാണ്. അത് പഴഞ്ചക്ക എന്ന് പറയും. വരിക്കച്ചക്കയല്ല, പഴഞ്ചക്കയാണ് ഇതിന് കുറച്ചും കൂടെ നല്ലത്. ഇനി വരിക്കച്ചക്കയാണെങ്കിലും നല്ല പഴുത്ത ചക്കയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിന് മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 4 അത്യാവശ്യം വലുപ്പമുള്ള ആണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉരുക്കി നല്ലപോലെ അതിൻ്റെ അരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായും ജീരകവും വറുത്തിട്ട് പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് രണ്ടും കൂടെ പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് രണ്ടും 1 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ നല്ലപോലെ ഉടച്ചെടുത്താലും മതി. എന്നാലും മിക്സിയിൽ പേസ്റ്റാക്കി എടുത്താൽ നല്ല മിക്സായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയുമാണ്. അതായത് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2.5 കപ്പോളം വരും നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചക്കയുടെ മിക്സ്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മിക്സിയിലേക്ക് തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. പിന്നീട് ശർക്കര നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മധുരം നോക്കിയിട്ട് ചേർക്കണം. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കരുത്. അത്യാവശ്യം തിക്കായിട്ട് വേണം ഇതിൻ്റെ മാവിരിക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ടിരിക്കേണ്ട. അപ്പോൾ ഇത് ഞാനിനി ലാസ്റ്റ് ഒരു നുള്ള് അപ്പക്കാരം കൂടെ ചേർത്തിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. പക്ഷേ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതാ നല്ല അപ്പം നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് നമ്മുടെ കായപ്പത്തിന് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്പൂണിൽ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കായപ്പത്തിൻ്റെ അറിയാലോ, ഞാൻ ചെറിയ ചെറിയ അപ്പമായിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അപ്പം പൊരിച്ചെടുക്കണം. എന്നാലേ ഉള്ളൊക്കെ ഒന്ന് നല്ലപോലെ വെന്തിട്ട് കിട്ടുള്ളൂ.
ഇപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഒരു ഡാർക്ക് ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് സിമ്മിലിട്ട് വേവിച്ചാൽ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ല പോലെ വെന്തിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ്. ഈ ഒരു സീസണിൽ, ചക്കൻ്റെ സീസണിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു 10-15 ആളുണ്ടെങ്കിലും ചായക്കടിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി അളവ് കുറച്ചുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye bye.